അല്ല, ഇതെന്താ സേറയും എൽസിയും പതിവില്ലാതെ തോട്ടത്തില്? വെറുതെ തോട്ടം കണ്ടപ്പോ കേറി നോക്കിയതാ. അല്ല സിസ്റ്ററെ, എനിക്കൊരു സംശയം. എന്താണ് എൽസയുടെ സംശയം? ചോദിച്ചോളൂ. ക്രിസ്തുമസിനും ആട്ടിടയന്മാർക്കും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ക്രിസ്തുമസും ആട്ടിടയന്മാരും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ലോകരക്ഷകനായ യേശുവിനെ കുറിച്ചുള്ള, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ആ നാട്ടിലെ സമ്പന്നരായ ആളുകൾക്കോ അധികാര സ്ഥാനങ്ങളിലുള്ളവർക്കോ പാണ്ഡിത്യമുള്ളവർക്കോ ഒന്നുമല്ല, പാവപ്പെട്ട ആട്ടിടയന്മാർക്കാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിച്ചത്. ഈ ആട്ടിടയന്മാരെന്ന് പറയുന്നത് നിഷ്കളങ്ക മനോഭാവത്തിൻ്റെ പ്രതീകമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പാവപ്പെട്ടവരുടെയും പ്രതീകമാണ്. എളിമയുള്ള മനസ്സുള്ളവരുടെ പ്രതീകമാണ്. ഇപ്രകാരം ദൈവം ഇറങ്ങി വരുന്നത് പാവപ്പെട്ടവരുടെ ഇടയിലേക്കാണെന്ന് പഠിപ്പിക്കാൻ, എളിമയുള്ള മനസ്സുള്ളവരുടെ ഇടയിലേക്കാണെന്ന് പഠിപ്പിക്കാൻ, നിഷ്കളങ്ക മനസാക്ഷിയുള്ളവരിലെ ഇടയിലേക്കാണെന്ന് പഠിപ്പിക്കാൻ സഭ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. നാം ഓരോരുത്തരും ഇപ്രകാരം നിഷ്കളങ്ക മനസാക്ഷിയുള്ളവരായിത്തീരാൻ, എളിമയുള്ള മനോഭാവമുള്ളവരായിത്തീരാൻ, പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്നവരായിത്തീരാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ.